KSRTC പാലാ ഡിപ്പോ ഒരുക്കിയ പറശ്ശിനിക്കടവ് കൊട്ടിയൂർ തിരുനെല്ലി യാത്ര 2024 മെയ് മാസം 30 ഉച്ചയ്ക്ക് 1 മണിക്ക് പാലായിൽ നിന്നും പുറപ്പെട്ട ഈ യാത്ര ജൂൺ 1 രാവിലെ 5:30 മണിയോടുകൂടി പാലായിൽ തിരിച്ചെത്തി. ഞാൻ പൂഞ്ഞാർ കുര്യൻ. വണ്ടിയുടെ ഉള്ളിൽ പൂവെക്കും മറ്റു മുന്നൊരുക്കങ്ങളും കഴിഞ്ഞതിന് ശേഷം യാത്രക്കാരെല്ലാം ഉള്ളിൽ കയറി സ്ഥാനങ്ങളിലിരുന്ന് ശേഷം ശ്രീകാന്ത് യാത്രയുടെ വിവരണങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭം. വൈകിട്ട് 4:30 മണിയോടുകൂടി കോട്ടൽ ശരവണ ആമ്പല്ലൂരിൽ വിശ്രമത്തിനും ചായ കുടിയുമായിട്ട് നിർത്തിയ വണ്ടി ഏതാണ്ട് 20 മിനിറ്റോളം അവിടെ ചെലവഴിക്കുകയും അതിനുശേഷം തൃശ്ശൂർ വഴി നേരെ കോഴിക്കോട്ടേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു. രാത്രിയിലുള്ള കടലുണ്ടിപ്പാലത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അതിനുശേഷം രാത്രി 9:30 മണിയോടുകൂടി കോഴിക്കോടൻ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾക്ക് താഴത്തിന് വേണ്ടി നിർത്തി. ഞങ്ങളെല്ലാവരും അവിടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം 1 മണിയോടുകൂടി ഞങ്ങൾ കണ്ണൂരിൽ നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള പറശ്ശിനിക്കടവിലെത്തിച്ച വിസ്മയ എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററിൽ ഞങ്ങൾക്ക് ഡോർമെറ്ററി ബുക്ക് ചെയ്തിരുന്നു. ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ഡോർമെറ്ററി ഉണ്ടായിരുന്നു. വളരെ സൗകര്യപ്രദമായ ഡോർമെറ്ററി ആയിരുന്നു. അതിനുശേഷം രാവിലെ 5 മണിക്ക് എല്ലാവരും വണ്ടിയിൽ എത്തിച്ചേരുകയും 1/2 കിലോമീറ്റർ അകലെയുള്ള മുത്തപ്പൻ്റെ മഠത്തിൽ ഞങ്ങൾ 5:30 എത്തിച്ചേർന്നു. അവിടെ ഞങ്ങൾക്ക് പോകുന്ന വഴിയിൽ ഷോപ്പിങ്ങിനുള്ള ഫെസിലിറ്റീസ് എല്ലാം കാണാൻ സാധിച്ചു. അമ്പലത്തിലേക്ക് നേരെ പ്രവേശിച്ച് ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ തന്നെ വളപട്ടണം നദിയുടെ കരയിൽ കാലുകൾ കഴുകി ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. അവിടെ മനോഹരമായി വേലി കെട്ടി തിരിച്ചിട്ടുണ്ട് ആളുകളുടെ സേഫ്റ്റിക്ക് വേണ്ടി. വളപട്ടണം നദിയിൽ നിന്നുള്ള മുത്തപ്പൻ അമ്പലത്തിൻ്റെ കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു. അവിടെ ഒരു ബോട്ട് കെട്ടിങ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഉള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചതിന് ശേഷം അവിടെ ക്യാമറ ഞങ്ങൾക്ക് വിലക്കിയതിനാൽ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഞങ്ങൾക്ക് പകർത്താൻ സാധിച്ചില്ല. എങ്കിലും ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്നും നേരത്തെ ഞങ്ങൾക്ക് കുറച്ച് ചെറുതായിട്ടുള്ള ക്ലിക്കുകൾ കിട്ടിയത് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ്. ഇതാണ് മുത്തപ്പൻ. ഇത് കണ്ടതിന് ശേഷം വെളിയിലിറങ്ങിയ ഞങ്ങൾക്ക് അമ്പലത്തിന് വെളിയിലൂടെ നടപ്പാതയിൽ മുകളിലേക്ക് വന്നപ്പോൾ വളരെ ഭംഗിയുള്ള ചെടികളും പുഷ്പങ്ങളും കാണാൻ സാധിച്ചു. വണ്ടിയിലെത്തി ഞങ്ങൾ ഏതാണ്ട് 7:20 വണ്ടിയുടെ മുമ്പിൽ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത സമയത്ത് മുത്തപ്പൻ പറഞ്ഞു വിട്ടിട്ടാണെന്ന് തോന്നുന്ന വിധത്തിൽ ഒരു നായ ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് ഞങ്ങൾക്ക് പോസ് ചെയ്തു. മുത്തപ്പൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ധാരാളം ഉണ്ടാകുവാൻ വേണ്ടി ആണെന്ന് തോന്നുന്നു. അതിനുശേഷം ഞങ്ങൾ അതിന് മൃദംഗ ശൈലേശ്വരി ടെമ്പിളിലെത്തി. അതിനുള്ളിൽ പ്രവേശിച്ചതിന് ശേഷം വളരെ നീളത്തിലുള്ള ഒരു ക്യൂവിൻ്റെ ബാക്കിലായിട്ട് ഞങ്ങൾ നിന്നു. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറിന് ശേഷം ഉള്ളിൽ പ്രവേശിക്കുവാനും അവിടുത്തെ ഉള്ളിൽ പ്രവേശിച്ച് ദേവീ ദർശനം
വഴിപാടായ നെയ്വിളക്ക് കത്തിക്കാനൊക്കെ സാധിച്ചു. എല്ലാവരും ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം വെളിയിൽ വരികയും 8:45 അവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര മുമ്പോട്ട് പോവുകയും ചെയ്തു. ഏതാണ്ട് 9 മണിയോടുകൂടി കായങ്ങാട് എത്തി. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കൊട്ടിയൂരിലേക്ക് യാത്ര തുടർന്നു. 10 മണി കഴിഞ്ഞപ്പോൾ കൊട്ടിയൂരെത്തിയ ഞങ്ങൾ നേരെ അക്കരെ ക്ഷേത്രത്തിലേക്ക് പോയി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഓടപ്പൂവ് ആണ്. ബാംബു ഫ്ലവർ എന്നും അറിയപ്പെടും. ബാംബു ചതച്ച് നൂലുകളാക്കി പൂവിൻ്റെ ആകൃതിയിലാക്കുന്നതാണ് ഓണപ്പൂവ്. ദക്ഷിണകാശി എന്നും കൊട്ടിയൂരമ്പലത്തിന് ഒരു ഓമനപ്പേരുണ്ട്. ബാവായി നദിയുടെ കരയിലാണ് ദക്ഷിണകാശി. അമ്പലത്തിലേക്കുള്ള വഴിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അവിടെ കൽപ്പടവുകൾ കെട്ടി നദിയിലേക്ക് ഇറങ്ങി നമുക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അല്ലാത്തവർക്ക് മുകളിൽ കൂടെ പോകാനായിട്ട് ഒരു വെള്ളം കൂടുതലുള്ളപ്പോൾ പോകുവാനായിട്ടുള്ള സംവിധാനം അവിടെ കെട്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് വളരെ നീളമുള്ള ഒരു ക്യൂ ആണ് കാണാൻ സാധിച്ചത്. ആ ക്യൂവിൻ്റെ ഏറ്റവും പുറകിലായി നിന്ന് ഞങ്ങൾക്ക് 2.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചുള്ളൂ. അവർ ബനിയനും ഷർട്ടും എല്ലാം ഊരി ആണുങ്ങളെല്ലാം ഉള്ളിൽ പ്രവേശിക്കേണ്ടത്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അമ്പലത്തിന് ചുറ്റിലും വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കും. അമ്പലം ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം എത്തുവാൻ. അതിനാൽ എല്ലാവരും കാല് നനച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. ക്യൂവിൻ്റെ ഏറ്റവും പിന്നിലായി നിന്ന് ഞങ്ങൾ 2.5 മണിക്കൂറിന് ശേഷം ഏതാണ്ട് 1 മണിയോടുകൂടി അമ്പലത്തിൽ പ്രവേശിക്കുകയും തൊഴുതിന് ശേഷം വെളിയിൽ വന്ന് പ്രസാദം അവിടുത്തെ വെള്ളം തന്നെയാണ്. അത് അവർ ഒരു മരത്തവി കൊണ്ട് കോരി നമ്മുടെ കൈകളിലേക്ക് ഒഴിച്ച് തരികയാണ് ചെയ്യുന്നത്. ആ പ്രസാദവും വാങ്ങി ഞങ്ങൾ രുചിച്ച് തലയിലും എല്ലാം തുടച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഇക്കരെ അമ്പലത്തിലേക്ക് എത്തി. വരുന്ന വഴിയിൽ മനോഹരമായ കാടുകളും പ്രകൃതി ഭംഗിയും മനുഷ്യന് ഇണങ്ങിച്ചേരുന്ന പ്രകൃതിയും എല്ലാം ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. കാടും മനുഷ്യനും പ്രകൃതിയും ജലവും ഒന്നിച്ചു കൂടുന്നൊരു സ്ഥലമാണ് ഈ കൊട്ടിയൂർ. അവിടെ ആനയിലെ എഴുന്നള്ളിപ്പും ചെണ്ടമേളവും എല്ലാം കൂടിയതിന് ശേഷം വളരെ ഭയങ്കര ജനത്തിരക്കാണ് അവിടെ ഉള്ളത്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം അവിടെ വന്നു പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് 1:30 മണിയോടുകൂടി തിരിച്ച് ഞങ്ങൾ ഇക്കരെ വരികയും അവിടെ തൊഴുതിന് ശേഷം ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പാൽച്ചുരം വഴി വയനാട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന വഴിയിൽ തറവാട് റെസ്റ്റോറൻറ്റിൽ നിർത്തി ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു. അതിനുശേഷം ഞങ്ങളുടെ യാത്ര നേരെ തിരുനെല്ലിയിലേക്ക് പോയി. ഉച്ചയൂണിന് ശേഷം പാൽച്ചുരം കയറി ഏതാണ്ട് 4 മണിയോടുകൂടി ഞങ്ങൾ കാട്ടിക്കുളം വനത്തിലൂടെ യാത്ര ചെയ്ത് പോകുന്ന വഴിയിൽ അമ്മയാനയും കുട്ടിയാനയും മാൻകൂട്ടങ്ങളും മലയണ്ണാൻ മയിൽ മുതലായ ജീവികളെ ഞങ്ങൾ കാണാൻ സാധിച്ചു. കാട്ടിലൂടെയുള്ള യാത്ര വളവും തിരിവും കുന്നും കയറ്റവും ഇറക്കമുള്ള യാത്ര വളരെ ഭംഗിയുള്ളതായിരുന്നു. 5 മണിയോടുകൂടി തിരുനെല്ലിയിലെത്തിയ ഞങ്ങൾക്ക് ദീപാരാധനയ്ക്ക് സമയമുണ്ടതിനാൽ നേരെ ഞങ്ങൾ പാപനാശിനിയിൽ പോയി കുളിച്ചു. ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ കരിങ്കല്ലിൽ തീർത്ത ആ ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ 5:30 മടങ്ങിയെത്തി. ഗുണ്ടിക ശിവക്ഷേത്രവും കണ്ടിട്ട് പാപനാശിനിയിൽ കുളിച്ച് മടങ്ങിയെത്തിയ ഞങ്ങൾക്ക് 5:30 ദീപാരാധനയിൽ പങ്കുകൊള്ളാൻ സാധിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾക്ക് ഉപ്പുമാവും മാങ്ങാച്ചാറും അന്നദാനമായിട്ട് ലഭിച്ചു. 7:30 തിരിച്ച് വണ്ടിയിലെത്തി ഞങ്ങൾ യാത്ര തുടർന്നു. 7:30 ആരംഭിച്ച മടക്കയാത്ര ഏതാണ്ട് 10 മണിയോടുകൂടി കൽപ്പറ്റയിലെത്തി ഉടുപ്പി ഹോട്ടലിൽ അത്താഴം കഴിച്ചു. അതിനുശേഷം നേരെ താമരശ്ശേരി ചുരത്തിലേക്കെത്തി.
ചുരത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കരിന്തണ്ടൻ്റെ മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ച പ്രതിമ ഞങ്ങൾക്ക് കാണാൻ ദുഃഖകരമായ ആ കാഴ്ച കണ്ടതിന് ശേഷം ഞങ്ങൾ ഏതാണ്ട് 1 മണിയോടുകൂടി ഞങ്ങൾ താഴെ ചുരമിറങ്ങി താഴെ എത്തി. അവിടെ ഒരു ചായ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് ഞങ്ങൾക്ക് ഏതാണ്ട് 5:30 മണിയോടുകൂടി പാലായിലെത്താൻ സാധിച്ചു. യാത്രയിൽ ഒരു മഴയൊന്നും ഉണ്ടായില്ല എന്നുള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി. ഈ യാത്രയുടെ സാരഥികളായ 3 പേരാണ് ഉണ്ടായിരുന്നത്. മനോജ്, ശ്രീകാന്ത്, രഞ്ജിത്ത്. ഈ 3 പേരെ ഞങ്ങളുടെ ഈ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ, ഭക്ഷണത്തിന് ഒന്നും ബുദ്ധിമുട്ടില്ലാതെ ഈ യാത്ര മുന്നോട്ട് പോയതിൽ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ പൂഞ്ഞാറ് വരികയാണ്.